കുറേ വട്ടം ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്തേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടാ. കർണാടക ഗാർഡൻസ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലത്തെ ഭംഗിയുണ്ടല്ലോ പറഞ്ഞറിയില്ല. അവിടെ പോയേ തന്നെ അറിയുള്ളൂ. എവിടെ നിന്ന് നോക്കിയാലും ഫോട്ടോ ഫ്രെയിം തന്നെ. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങളൊരു ഹാഫ് ഡേ മുഴുവനായിട്ട് അവിടെ സ്പെൻഡ് ചെയ്തു. എത്രത്തോളം എവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി. ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ പഠിച്ച ഞങ്ങൾ ടീമുകൾ കുട്ടികളെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ടൂർ പോകാറുണ്ട്. അപ്പം ഞങ്ങൾ ഈ വർഷത്തെ ടൂർ ഞങ്ങളുടെ ഊട്ടിയിലേക്കായിരുന്നു. അപ്പം ഞങ്ങൾ പോയ സ്ഥലമാണ് ഇത്. കർണാടക ഗാർഡൻസിലേക്ക് പോയി. ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനും നമുക്ക് അത്യാവശ്യം കളി പറഞ്ഞിരിക്കാനും പിന്നെ തണവും ഭയങ്കര ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറയില്ലേ, എവിടെ വെച്ചാലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫോട്ടോസ് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അത്രയധികം സ്ഥലമുണ്ട്. അവിടെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നമ്മുടെ ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. ഞാൻ ഫുഡ് കഴിച്ച വീഡിയോ ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ്, എൻ്റെ ചങ്കുകളാണ് കേട്ടോ ഇവരൊക്കെ. ഇവരെ കൂടെയാണ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന ആൾക്കാരെ വൈബാണ്. ജസ്റ്റ് ഒരു 1 വീക്ക് മുമ്പ് ഞാൻ ഊട്ടി പോയി വന്നുള്ളൂ. പക്ഷേ ഇത് തികച്ചും വേറെയാണ്. ഞങ്ങൾ എന്താ പറയുക, പിള്ളേരെ കൂടെയുള്ള അണ്ടാക്ഷരിയും ഒക്കെ ആയിട്ടുള്ള കളി. ഇത് നമ്മുടെ വന്നത് നമ്മൾ റോസ് ഗാർഡനിലേക്കും പോയി. അതേപോലെ തന്നെ ബൊട്ടാനിക്കൽ ഗാർഡനാണ് ഇപ്പം ഞങ്ങളിരിക്കുന്ന സ്ഥലം. അവിടെ ഇരുന്ന് കുറച്ച് നേരം അണ്ടാക്ഷരിയൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് റോസ് ഗാർഡനിൽ പോയപ്പോൾ എനിക്ക് അത്ര അധികം ഫീൽ ചെയ്തില്ല. അത്ര അധികം പോവില്ല ഈ സമയത്ത്. അവിടെ പോയിരുന്ന ഗെയിം കളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വരും വഴിക്കന്നെ നമ്മുടെ തേയില ഫാക്ടറി, അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അവിടെയൊക്കെ പോയിട്ടാണ് ഞങ്ങൾ അടിച്ചു പൊളിച്ച് വന്നത്. അപ്പോൾ ഇനി ഊട്ടിയിലേക്ക് പോകുമ്പോൾ വെക്കേഷൻ എന്തായാലും ഈ സ്ഥലം മിസ് ചെയ്യണ്ട കേട്ടോ.